ഹരേ കൃഷ്ണ. ഏവർക്കും ഗംഗോത്രി വേദിക്സിലേക്ക് സ്വാഗതം. നമ്മളുടെ നാരായണീയ പഠനത്തിൽ നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 5-ാമത്തെ ദശകമാണ്. അതിലെ 4-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ശ്ലോകം നോക്കാം. മായാസന്നിഹിതോ പ്രവിഷ്ട വപുഷാ സാക്ഷീതി ഗീതോ ഭവാൻ വേദൈസ്താം പ്രതിബിംബദോ വിവിശിവാൻ ജീവോ വിനൈവ പരാ കാലാദിപ്രതിബോധിതാധ ഭവതാ സഞ്ജോതിതാ ച സ്വയം മായാസാ ഖലു ബുദ്ധിതത്വമസൃജത് യോസൗ മഹാനുച്യതേ. ഇനി ഈ ശ്ലോകത്തിൻ്റെ സന്ധിവിച്ഛേദം നോക്കാം. മായാസന്നിഹിതഃ പ്ലസ് അപ്രവിഷ്ട വപുഷ സാക്ഷി പ്ലസ് ഇതി ഗീതഃ പ്ലസ് ഭവാൻ ഭേദൈഃ പ്ലസ് താം പ്രതിബിംബതഃ വിവിശിവാൻ ജീവഃ പ്ലസ് അപി ന പ്ലസ് ഏവ പ്ലസ് അപരഃ കാലാദിപ്രതിബോധിതഃ പ്ലസ് അഥ ഭവതാ സംജോതിത ച സ്വയം മായാ സാ ഖലു ബുദ്ധിതത്വം പ്ലസ് അസൃജത് പ്ലസ് യഹ പ്ലസ് അസൗ മഹാൻ പ്ലസ് ഉച്യതേ. സന്ധിവിച്ഛേദം കഴിഞ്ഞു. ഇനി പദച്ഛേദം നോക്കാം. മായാസന്നിഹിതഃ മായാസന്നിഹിതഃ അപ്രവിഷ്ട വപുഷ അപ്രവിഷ്ട വപുഷ കാലാദിപ്രതിബോധിതഃ കാല ആദി പ്രതിബോധിതഃ ബുദ്ധിതത്വം ബുദ്ധി തത്വം. പദച്ഛേദവും കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. ഹേ ഗുരുവായൂരപ്പ, മായാസന്നിഹിതഃ മായയിൽ സന്നിധാനം മാത്രം ചെയ്തവനും അപ്രവിഷ്ട വപുഷ മായയിൽ പ്രവേശിച്ചിട്ടില്ലാത്തവനുമായ ഭവാൻ അങ്ങയെ സാക്ഷി ഇതി ഗീതഃ അങ്ങയെ സാക്ഷി എന്നാണ് പാടി പുകഴ്ത്തിയിട്ടുള്ളത്. താം ആ മായയിൽ ഭേദൈഹി ഭേദങ്ങളോടെ പ്രതിബിംബതഃ പ്രതിബിംബമായിട്ട് വിവിശിവാൻ പ്രവേശിച്ചവനായി ഭഗവാൻ തന്നെ ജീവാഹ അപി ജീവാത്മാവും അപരഹ ന ഏവ മറ്റൊരാളല്ല ഭഗവാൻ തന്നെയാണ്. അധ കാലാദി പ്രതിബോധിതാഹ അനന്തരം കാലാദികളാൽ ഉണർത്തപ്പെട്ടവനായി ഭവതാ സംജോതിത ച അങ്ങയിൽ നന്നായി പ്രേരിപ്പിക്കപ്പെട്ടതുമായ സാ മയാ ഖലു ആ മായ തന്നെ സ്വയം ബുദ്ധിതത്വം അതായത് ആ മായ തന്നെ ബുദ്ധിതത്വത്തെ അസൃജത് സൃഷ്ടിച്ചു. യഹ അസൗ യാതൊരു ഇതിനെ അതായത് ആ ബുദ്ധിതത്വത്തെ ഭവാനുച്യതേ യാ അസൗ യാതൊരു ഇതിനെ ആ ബുദ്ധിതത്വത്തെ മഹാനുച്യതേ മഹത്തത്വം എന്ന് പറയുന്നു. അതായത് മായയോട് അടുത്ത് നിൽക്കുന്നവനും എന്നാൽ മായയിൽ പ്രവേശിക്കാത്ത സ്വരൂപത്തോടു കൂടിയവനുമായ അങ്ങയെ സാക്ഷി എന്നാണ് പ്രകീർത്തിച്ചിട്ടുള്ളത്. അനേക ഭേദങ്ങളോടുകൂടിയ ആ മായയിൽ പ്രതിബിംബമായി പ്രവേശിച്ചിരിക്കുന്ന അങ്ങ് തന്നെയാണ് ജീവാത്മാവും, അത് മറ്റൊരാളല്ല. ആ മായ തന്നെ കാലം കർമ്മം സ്വഭാവം എന്നിവയാൽ ഉയർത്തപ്പെട്ടതും അങ്ങയാൽ നന്നായി പ്രേരിതവുമായിട്ട് സ്വയം ബുദ്ധിതത്വത്തെ സൃഷ്ടിച്ചു. ഈ ബുദ്ധിതത്വത്തെ മഹത്തത്വം എന്ന് പറയുന്നു. ഭഗവാന് മായയെ സഹായിക്കാൻ കാലകർമാദി ശക്തികളും
സകല അധിഷ്ഠങ്ങളും സ്വഭാവങ്ങളും ഒക്കെയുണ്ട്. ഭഗവാന്റെ അടുക്കൽ സന്നിഹിതയായ മായയിൽ ഭഗവാൻ പ്രതിബിംബ രൂപത്തിൽ പ്രവേശിക്കുമ്പോൾ ജീവാത്മാവായി ഭവിക്കുന്നു. മായയിൽ നിന്ന് ആദ്യമുണ്ടാകുന്നത് മഹത്തത്വമാണ്. സൃഷ്ടിയുടെ ആദ്യ രൂപമാണ് മഹത്തത്വം എന്ന് പറയുന്നത്. ത്രിഗുണാത്മകമായ മഹത്വത്വം സത്വഗുണപ്രധാനവും സർവരൂപികളുടെ രൂപം ഉൾക്കൊള്ളുന്നതും ബൃഹത്തായി സങ്കല്പിക്കപ്പെട്ടിട്ടുള്ളതും ആകയാൽ അതിന് മഹാനുച്ചതേ എന്ന് പറയപ്പെടുന്നു എന്ന് 4-ാം ശ്ലോകത്തിൽ പറഞ്ഞ് 4-ാം ശ്ലോകം ഭട്ടതിരിപ്പാട് ഉപസംഹരിക്കുകയാണിവിടെ. ഹരേ കൃഷ്ണ.